എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കാലാവധി പൂർത്തീകരിച്ച പിണറായി സർക്കാരിന് 2026 വർഷത്തെ ബഡ്ജറ്റ് അവതരണമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ 2 ദിവസം മുൻപ് നിർവഹിച്ചത്. 14,500 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ് 2026 ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകുന്നതിനായിട്ട് അനുവദിച്ചിരിക്കുകയാണ്. 1050.49 കോടി രൂപയാണ് ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയ്ക്കായിട്ട് 927.21 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ബാങ്ക് അക്കൗണ്ട് വഴി വിതരണം ചെയ്തത് 494.13 കോടി രൂപയാണ്. വീടുകളിൽ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി നേരിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് 433.08 കോടി രൂപയാണ്. സർക്കാർ ധനസഹായത്തോടു കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന 16ഓളം ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്ക് വിതരണം ചെയ്യുന്നത് 123.28 കോടി രൂപയാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനുവരി 31-നും ക്ഷേമ പെൻഷൻ കൈകളിലേക്കോ അക്കൗണ്ടുകളിലേക്കോ എത്താത്തവർക്ക് ഫെബ്രുവരി ആദ്യ ആഴ്ച വിതരണം ഉണ്ടാകുന്നതാണ്. മന്ത്രി പുറത്തുവിട്ട ഈ ഒരു കണക്കിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉൾപ്പെട്ടിട്ടില്ല. കാരണം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടല്ല, ക്ഷേമനിധി ബോർഡിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പിരിച്ചെടുക്കുന്ന സെസ് ഉപയോഗിച്ചും അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അംശാദായം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ക്ഷേമനിധി ബോർഡ് ഒട്ടേറെ മാസങ്ങളിലെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത്. അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കുടിശ്ശികയെല്ലാം തന്നെ കൊടുത്തുവിട്ടിയ സർക്കാർ നവംബർ മാസം മുതൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 2000 രൂപ വീതം നൽകി വരികയാണ്. 2026 ആദ്യ മാസമായിട്ടുള്ള ജനുവരിയിലെ പെൻഷൻ സർക്കാർ ഈ മാസം തന്നെ വിതരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പഴയ കുടിശ്ശിക അടക്കം 3589 കോടി രൂപ നൽകിയിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ നാളിതുവരെ 48,383 കോടി രൂപ നൽകി കഴിഞ്ഞു. ഈ സർക്കാർ കാലാവധി പൂർത്തീകരിക്കുമ്പോഴേക്കും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ മാസവും 2000 രൂപ വീതം ക്ഷേമ പെൻഷനായിട്ട് നൽകുന്നതിന് ബഡ്ജറ്റിൽ 14,500 കോടി രൂപയും വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടാതെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ 1 കോടി ആളുകളിലേക്കാണ് സർക്കാരിന്റെ ഈ ഒരു സഹായം എല്ലാ വർഷവും എത്തുന്നത്. അതായത് ജനസംഖ്യയുടെ 30% ആളുകൾക്ക് എല്ലാ മാസവും സർക്കാർ നേരിട്ട് സാമൂഹ്യ സുരക്ഷാ സഹായം എത്തിക്കുന്നുവെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു വർഷം മുഴുവൻ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനായിട്ട് ഫണ്ടും ധനകാര്യ വകുപ്പിന്റെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ക്യാൻസർ, ക്ഷയം, എയ്ഡ്സ് രോഗബാധിതരുടെ പ്രതിമാസ പെൻഷനിൽ 1000 രൂപയുടെ വർധനവ് വരുത്തി മാസം 2000 രൂപയായിട്ട് ബഡ്ജറ്റിൽ ഉയർത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആരെങ്കിലും നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അവർ ജൂൺ 30-നുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി പരമാവധി 4 മാസം കൂടിയേ ഉള്ളൂ. അതുവരെ പെൻഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമില്ല. പരമാവധി പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുവാനുള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത്. വരും ദിവസങ്ങളിലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ അറിയിപ്പുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.